ആ കാണുന്നതാണ് എസ്സയുടെ വീട്. ഡാ നീ അവനെ 10 മിനിറ്റ് ഒരു പാർട്ടിയുടെ മൂടി തന്നെ നിർത്ത്. ബോബി എങ്ങനെ രക്ഷിക്കണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. എടാ റാം എടാ അവനെ കാണുന്നില്ല. എന്താടാ? ഒരു മിനിറ്റ് നിക്ക്, എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണം. ഇനി എന്ത് പ്ലാനാടാ? പാർട്ടിക്ക് സമയമായില്ലേ? ഇപ്പൊ എങ്ങനെയാ അവനെ കൂട്ടി വരാൻ പോന്നെ? ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം എന്താടാ? അവിടെ പോവും, കഥക് മുട്ടും, എന്നിട്ട് അയാളോട് പറയും, സാറിന്റെ ഭാര്യക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞെങ്കിൽ അവനെ ഇറക്കി ഇവിടെ പാർട്ടിക്ക് സമയമായിരുന്നു. സിമ്പിൾ. അവനെ വിടുവൊന്നുമില്ല, നിന്നെ അവനെ ഒരുമിച്ച് കൊന്നു കളയും. അതെന്തിനാടാ കൊല്ലുന്നേ? അവനിവിടെ വന്നത് എസ് ഐയുടെ ഭാര്യക്ക് കണക്ക് പറഞ്ഞു കൊടുക്കാനല്ല. പിന്നെന്തിനാ? അവളുടെ ഭർത്താവ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ അയാളുടെ കെട്ടിയോള് തന്നെയല്ലടാ ഉള്ളൂ. ഒരു കൂട്ടിന് വേണ്ടി അവൻ വന്നതാടാ. അയ്യേ, ഗ്രേവ് പാർട്ടി എന്ന് പറഞ്ഞ് നീയൊക്കെ എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? ഇങ്ങനൊരു വിഷയമാണെങ്കിൽ എസ് ഐ മാത്രമല്ലടാ, ഈ ഞാൻ പോലും അവനോട് ക്ഷമിക്കില്ല. ഇനി ഒരടി മുന്നോട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് സത്യം. ഓ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പോലെ എന്റെ വീക്ക്നെസ് കയറി പിടിച്ചല്ലേ? ശരി, നിന്റെയൊക്കെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തൊലയ്ക്ക്. നമ്മൾ എസ് ഐയുടെ വീട്ടിലെ ഡോറിൽ മുട്ടി എസ് ഐയോട് സംസാരിച്ചോണ്ട് നിൽക്കണം. ആ സമയം കൊണ്ട് ബോബിനെ അയാളുടെ വൈഫ് ബാക്ക് ഡോർ വഴി പുറത്താക്കും. സത്യ, ഈ വില്ലേജ് വന്നിട്ട് അതും രാത്രി 10 മണിക്ക് എസ് ഐയുടെ വീട്ടിൽ ചെന്ന് അയാളെ പുറത്ത് വിളിച്ചിറക്കി സംസാരിച്ചോണ്ട് നിൽക്കാൻ അയാൾ നിന്റെ ഫ്രണ്ടാണോ? ഈ സമയത്ത് നമ്മൾ എസ് ഐന്റെ വീടിന്റെ ഡോറിന് മുട്ടണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. അത് എമർജൻസി ആയിരിക്കണം. സാർ, കാക്കനാട് ഒരു വലിയ ആക്സിഡന്റ് നടന്നു. അതെ സർ. അവൻ ഗുരുതര പരിക്കോടെ ഹോസ്പിറ്റൽ ഐസിയുലാ. എല്ലാം അന്വേഷിച്ചപ്പോ ഈ നാട്ടിലെ ചെറുക്കനാന്ന് അറിഞ്ഞ. നമ്മുടെ പ്ലാൻ കലക്കിടാ. വിക്കി, നീ വീടിന്റെ പുറകിലത്തെ വാതിൽ ചെന്ന് ബോബിനെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. നമുക്ക് സംസാരിച്ച് മൈൻഡ് മാറ്റാം. ഇവിടെ വാടാ. എന്താടാ? ആ കഥകിന് മുട്ടല്ലേ? എന്തു പറ്റി? ഈ വീടിന് ബാക്ക് ഡോർ ഇല്ലടാ. ബാക്ക് ഡോർ ഇല്ലെന്നോ? അവനെ ഇങ്ങോട്ട് എന്താടാ? ഇങ്ങ് വന്നേ. എന്താ അവിടെ നിന്നേ? ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത് നിങ്ങൾക്ക്? സാർ, ഞങ്ങൾ കാക്കനാട് JND കോളേജിലെ സ്റ്റുഡൻസ്. ഞങ്ങൾ 4 പേരും ഫ്രണ്ട്സാ സാർ. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് പോകാറുള്ളൂ. 4ാമന്റെ പേര് ബോബിന്ന സാർ. വളരെ അത്യാവശ്യമായിട്ട് കണക്ക് നോക്കി ബാത്റൂമിൽ കയറി കുത്തിയിരിക്കുക സാർ. ചുമ്മാ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോ ഏതോ ബോബിയുടെ കഥ എന്നോട് പറയുന്നോ? സാർ, കാക്കനാട് ഒരു ആക്സിഡന്റ് ഉണ്ടായി സാർ. അദ്ദേഹത്തിന് സീരിയസ് ആയതുകൊണ്ട് ഐസിയുയിൽ കിടത്തിയേക്കോ. അന്വേഷിച്ച് കഴിഞ്ഞപ്പോ നിങ്ങളുടെ നാട്ടുകാരാണെന്ന് മനസ്സിലായത്. ഇപ്പൊ അയാൾ ആകെ സീരിയസ് ആണ് സാർ. ആരോട് പറയണോന്ന് അറിയില്ല. സാറിന് വിവരം അറിയിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അവന്റെ പേരെന്താ? ശ്രീനിവാസൻ സാർ. ശ്രീനിയാണോ വാസുവാണോ? ശ്രീനിവാസൻ. ചിലര് ശ്രീനിന്നും ചിലര് വാസെന്നും വിളിക്കും സാർ. അതെ സാർ. ഞാൻ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ. എന്തായാലും നിങ്ങളും നിക്ക്. നീ എവിടെയാ? ഇവര് പറയുന്ന ശ്രീനി എന്ന് പറയുന്ന ആളെ നിനക്കറിയോ? എനിക്കാരെ അറിയില്ല. ഇവരാരെ അറിയില്ല. അടുത്ത വീട്ടിലെ മഹേഷിനോടൊന്ന് ചോദിച്ചേ. എന്ത് രസമല്ലടാ. അവൻ കണക്കിൽ പാസ്സാവുമായിരിക്കും അല്ലേ? ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ വഴിയുണ്ടടാ. നിനക്കെങ്ങനെ അറിയാടാ? ചില ആൻസർ ഫേസ് നോക്കിയും നടക്കുന്ന നോക്കിയും പറയാൻ പറ്റും. മഹേഷേട്ടാ, മഹേഷേട്ടാ. എന്റെ അമ്മോ, എന്തൊരു ഗ്ലാമറായത്. സോറി, പഴയ എസ്ഐയുടെ കെട്ടികളാണെന്നുള്ള ആ ഓർമ്മയില്. What can I do for you? മഹേഷേ. സാറേ, സാറേ, സാറ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഏത് പേരാ സാറേ? ശ്രീനി. ഓ, ശ്രീനിയോ? ഉണ്ട് സാറേ, ഫ്രാഡ് ശ്രീനി. സാറേ, ഗൂഗിളില് ഫ്രാഡ് നടിച്ച് അവന്റെ പേര് ആദ്യം വരുന്നത്. എന്താ സാറേ കാര്യം? ശ്രീനിയുടെ വണ്ടി കാക്കനാട് വെച്ചൊരു ആക്സിഡന്റിൽ പെട്ടു വന്നു. എന്താ, ശ്രീനിക്ക് ആക്സിഡന്റ് ആയിരുന്നോ? ഇവന്മാരാ പറഞ്ഞേ. ഇവന്മാരുടെ മോന്ത കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാൻ പറ. എടാ, പടം നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? കുഴപ്പമില്ലടാ. എടാ മഹേഷേ, എസ്ഐയുടെ വീടിന് മുമ്പിൽ ഈ സമയത്ത് എന്താ പരിപാടി? കറക്റ്റ് സമയത്താ വന്നത്. നിങ്ങളുടെ ശ്രീനിക്ക് കാക്കിനാട് ആക്സിഡന്റ് ആയെന്ന്. ഇത് ആക്സിഡന്റ് അല്ല സാറേ, കൊലപാതകമാണ്. നിങ്ങളൊക്കെ ആരാ? വിളിപ്പേര് പുലിയോര. എന്റെ പേര് രാജ. പുലിയോര രാജ എന്നാ വിളിക്കുന്നേ. എന്താടാ കൊലപാതകം എന്ന് പറയുന്നത്? അതെ, ഇത് ഉറപ്പായിട്ട് കൊലപാതകം തന്നെയാ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ പ്രസിഡന്റിനെതിരായിട്ട് മത്സരിച്ചത് ഞങ്ങളുടെ ശ്രീനി ആയിരുന്നു സാറേ. അവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു. ആ ഒരു പക കൊണ്ടാണ് പ്രസിഡന്റ് ശ്രീനിക്ക് സ്കെച്ച് ഇട്ട്
മോനെ ശ്രീനി, നിന്നെ ഞാൻ വിടില്ലടാ. എന്നെ എതിർത്ത് എനിക്കെതിരെ നീ മത്സരിക്കുമല്ലേ, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോടാ? തീർച്ചയായിട്ടും നിന്റെ കട്ട പുകയാടാ. നോക്ക്, നിന്നെ ഏതോ ലോറി ഇടിച്ച് ചത്തതാന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കൂടാ. ലോറി അതാ ലോറി തന്നെ. തീർക്കുപടാ, നിന്നെ ഞാൻ തീർക്കുപടാ. സാർ ഉറപ്പായിട്ട് ഈ ആക്സിഡന്റ് പ്രസിഡന്റ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ സാക്ഷി ഹാജരാക്കാം. ആക്സിഡന്റ് എങ്ങനെയാണ് നടന്നത്? ലോറി ആക്സിഡന്റാ ചേട്ടാ. കേട്ടില്ലേ സാറേ? ഇനിയും തെളിവാണോ? ഞാൻ ഇപ്പൊ തരാം. നീ ശ്രീനി വിളിച്ചേ, ഫോൺ വിളിക്കടാ. അയ്യോ ചേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് സാറ് പറയുന്നത്. കണ്ടല്ലോ, ഇനി ആ പ്രസിഡന്റ് ഒന്ന് ഫോൺ വിളിച്ചേ. ഇത് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. കണ്ടില്ലേ സാർ, ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണ്ടത്? അയാൾ തന്നെയാണ് ഈ ആക്സിഡന്റ് നടത്തിയത്. അതെ സാർ. അവനെ വെറുതെ വിടാൻ പാടില്ല സാറേ. പോടാ, പ്രസിഡന്റ് അങ്ങ് തീർത്തേക്കാം. ഡാ അവിടെ നിൽക്കടാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്രീനിയും നിങ്ങൾ പറയുന്ന ശ്രീനിയും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടത്. പ്രസിഡന്റ് ആണോ ഈ ആക്സിഡന്റ് നടത്തിയെന്ന് കൺഫേം ആയിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നടപടിയെടുക്കും. ഞാൻ റെഡി ആയിട്ട് വരാം കാക്കനാടേക്ക് പോവാൻ. എന്റെ ഹസ്ബൻഡ് കാക്കനാട്ടിലേക്ക് പോവാ. കാക്കനാട്ടിലേക്ക് എന്റെ ഹസ്ബൻഡ് കാക്കനാട്ടിലേക്ക് പോവാ. ബോബിനെ വെളിവിടും ഞാൻ. ബോബിനെ വെളിവിടും ഞാൻ. ഞാൻ ഈ തെറ്റ് ഒരിക്കലും ചെയ്യില്ല. സത്യം പറഞ്ഞ സാർ സൂപ്പറാ. ഡാ, ചുമ്മാ ഇരിടാ. സംസാരം വിളിക്കുന്ന കണ്ടില്ലേ? സാറില്ലായിരുന്നു ഇവിടെ 4 ശവം വീണേ ഇപ്പോ. 4 ശവമോ? റെസ്പോൺസിബിൾ. എന്തുവാടാ? ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഈ നാട്ടിലെ ശ്രീനുവാണെങ്കിൽ അതിന് കാരണക്കാരൻ പ്രസിഡന്റും ആണെങ്കിലോ? വായന വരുന്ന അബദ്ധം വെറുതെ വിളിച്ചു പറയല്ലേ. തെറ്റാണെങ്കിൽ എന്നെ കൊന്നേക്ക്, കൊല്ല്. അല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്ക്. എടാ വെറുതെ ചെറുപ്പാണെങ്കിലും നല്ലൊരു കാര്യ പറഞ്ഞേ. ആ ഡാ, കേട്ടല്ലോ അല്ലേ? എന്നെ മഹേഷ്. കേട്ടില്ലേ? എന്താ സാറേ വിളിച്ചോ? എന്താ സാറേ? പ്രസിഡന്റ് ഇപ്പൊ എവിടെയുള്ളേ? തീർത്ഥയാത്രയ്ക്ക് പോയേക്കോ സാറേ. അയാളുടെ ഫാമിലിയോ? അവരെല്ലാം വീട്ടിലുണ്ട് സാറേ. ഈ പെണ്ണുങ്ങള് കുട്ടികളെല്ലാം ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, എന്താ സാറേ? പ്രസിഡന്റിന്റെ വീട്ടിലുള്ള എല്ലാവരെയും എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവരുടെ വീട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും എന്തൊക്കെയാ പറയുന്നേ? എസ് ഐയുടെ വീട്ടിൽ വന്ന് അവരെ ഒന്നും ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. സംടൈം ഇറ്റ്സ് ഹാപ്പൻസ് റാ. നീ ഇങ്ങോട്ട് വാടാ. സമ്മതിക്കടാ. എന്റെ അടുത്തേക്ക് വരാനാ പറഞ്ഞു. വേണ്ടടാ. വരാമല്ലോ പറഞ്ഞു. എന്താടി ശശികലേ, നീ എനിക്ക് മുന്നേ ഇറങ്ങിയോ? വലിയ ആളാവാൻ നോക്കല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി. അമ്മായിക്ക് വേണ്ടി ഡോറ് തുറക്കാൻ ഇറങ്ങിയതാ. അയ്യോ വേറൊന്നുമല്ല അമ്മായി, ഇറങ്ങ്. എടി ചന്ദ്രകലേ, നീ അവളെ ഒരുപാട് ഉപദേശിച്ചിട്ട് നീ ഇറങ്ങുന്നല്ലോ. അഹങ്കാരം കൂടിപ്പോയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആദ്യത്തോടെ ഇരിക്കില്ലായിരുന്നോ? ഇങ്ങനെ ചത്തുകുത്തിയിരിക്കോ? ഇറങ്ങി വാ. അധിക പ്രസംഗം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എടാ ഡ്രൈവർ ചെറുക്കാ, എന്താ അമ്മേ? നാട്ടിൽ കള്ളന്മാർ ഒരുപാടുണ്ട്. നീ വീട്ടിൽ പോയി എല്ലാം ഒന്ന് നോക്കണേ. ശരി. എന്തുവാടാ ഇതൊക്കെ? ഇവരെല്ലാം വലിയ ടിക്ടോക്ക് ഫാമിലിയെ പോലെ ഉണ്ടല്ലോ.